ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? 100%. 45,000 ഇറക്കി കൊടുക്കാം അല്ലേ? ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? അതുകൊണ്ട് കേട്ടെ, നമുക്ക് 80 രൂപ ചോദിച്ചാൽ കൊടുക്കാം. ചെറിയ മാറ്റം ഇൻഷുറൻസ് ഒക്കെ പുതിയ എടുത്താൽ എടുത്തു കൊടുക്കും അല്ലേ? വീണ്ടും പറയുന്നു, ഡീസലാണ്, അതും 2020 വണ്ടി. ഇനി ഈ നീല വണ്ടിയോ? ഇത് 2019 സ്പോർട്സ് ഓപ്ഷൻ. 19 സ്പോർട്സ് ഓപ്ഷൻ. അത് പുതിയ ഷേപ്പ്, ഇത് പഴയ ഷേപ്പ്. ഒരു കിഡിലൻ ഷോറൂം കണ്ടീഷൻ പോളോ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വണ്ടി മിസ് ചെയ്യരുതില്ലേക്കാ. അതെ, 3 സംതിങ്ങിനും കൊടുക്കാം. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 3 ചില്ലറയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. 2014 ആ ടയർ 4 പുത്തൻ ടയറാണ്. അതുപോലെ തന്നെ അലോവിയിലൊക്കെ ഉണ്ട്. 7,35,000 രൂപയ്ക്ക് 2017 VX അല്ലേ? സൺറൂഫ് ഉള്ള വണ്ടി കേട്ടോ, മിസ് ചെയ്യണ്ട. വി ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലാണ്. കീലെസ് എൻട്രി, ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഓട്ടോമാറ്റിക് CVT വണ്ടിയാണെന്ന് കൂടി ആലോചിക്കണം. 3,40,000 രൂപയ്ക്ക് 13 വണ്ടി കേട്ടോ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കുറച്ചധികം ചെറുവണ്ടികൾ കാണിച്ചു തരാം. ചെറുവണ്ടികൾ എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റ്, റിറ്റ്സ്, അതുപോലെ തന്നെ പോളോ, എറ്റ്യൂസ്, അങ്ങനെയുള്ള കുറേയധികം വണ്ടികളുണ്ട്. ഇവിടെ റിറ്റ്സിൻ്റെ ഒരു നേരെ തന്നെയാണ് കേട്ടോ. 5-8 വണ്ടികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ഒരു ഷോറൂം കാണുമ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ഒരുപാട് വീഡിയോ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സ് ആണ് കേട്ടോ. അതായത് മഞ്ചേരിയാണ് എക്സാക്ട് ലൊക്കേഷൻ. മഞ്ചേരി ടു നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ഹൈവേയിലേക്ക് കയറുന്ന ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ, മഞ്ചേരി ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് ശരിക്കും ഇവരുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കുറേ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും. ഈ ഒരു ഷോറൂമിൽ ഇപ്പോൾ ഇവരുടെ ചെറുവണ്ടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവരുടെ വേറൊരു ഷോറൂമുണ്ട് കുറച്ച് അപ്പുറത്തായിട്ട്. അവിടെ കുറച്ചധികം ക്രെറ്റകളുണ്ട്, കുറേ ക്രെറ്റകളുണ്ട്. അത് ഞാൻ ഒരു എപ്പിസോഡായിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നത് നമ്മുടെ സുനിയേട്ടൻ. എന്തൊക്കെയാണ് മുതലുള്ള വിശേഷങ്ങൾ? സുഖം. കുറേ വണ്ടികളുണ്ടല്ലേ? നമുക്ക് വളരെ വില കുറച്ച് കാണിക്കാൻ പറ്റില്ലേ? മാക്സിമം. പിന്നെ മാക്സിമം നമ്മൾ എപ്പോഴും വില കുറച്ചാണ് കാണിക്കാറുള്ളത്. ഇതിൽ നിങ്ങൾ മാക്സിമം വില കുറച്ച് കാണിക്കണം. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്തായാലും കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം ഒന്ന് ഫോളോ ചെയ്തോളൂ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ. നല്ല വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ അവസരം കളയണ്ട, മിസ് ചെയ്യാണ്ട്. നല്ല വണ്ടികളുണ്ട്. എടുത്ത കുറച്ചധികം നല്ല വണ്ടികൾ പെട്ടെന്ന് കാണിച്ചു തരാം. ആദ്യത്തെ വണ്ടി കിട്ടുന്ന തന്നെ തുടങ്ങിയാൽ നമുക്ക് എന്തായാലും നമുക്ക് ഈ ന്യൂ ഷേപ്പ് കിട്ടുന്ന തന്നെ തുടങ്ങാം കേട്ടോ. ന്യൂ ഷേപ്പ് കിട്ടിയ ഏതാ മോഡലൊക്കെ? 2020. ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി അല്ലേ? ഇത് ഓപ്ഷൻ RXL 2020 സിംഗിൾ, രണ്ടാമത്തെ ഓണർ. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. നല്ല സീറ്റ് കവർ ഉണ്ട്, നല്ല സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീറ്റ് കവർ നല്ല ലെവൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ. ഇത് എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 9/10/2020 ആണ്. 10-20 വർഷത്തിലെ ലാസ്റ്റ് വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. അതെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് ആണ്. ആ ഇന്റീരിയർ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, നല്ല വൃത്തിയുണ്ട്. എന്താ നമുക്ക് പ്രൈസ് എത്ര വരുന്നത്? 3,45,000. 3,40,000 അല്ലേ? 2020 മോഡൽ. 20. അതും ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? 100%. 45,000 ഇറക്കി കൊടുക്കാം അല്ലേ? നല്ല പ്രൊഫൈലിലേക്ക് മാർക്കി കൊടുക്കാം. വേറൊരു കാര്യം കൂടി പറയാം. ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന ഇവിടെയുള്ള എല്ലാ വണ്ടികളും 50,000 രൂപ കൊണ്ടൊന്നല്ല ഇറക്കി കൊണ്ടുപോകാം അല്ലേ? മാക്സിമം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എല്ലാത്തിനും ഞാൻ ഇങ്ങനെ ലോണിന്റെ കാര്യം പറയുന്നില്ല. ലോൺ പറയുന്നതന്നെ പലർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് പറയുന്നില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് എന്നോടൊന്ന് അത് നമ്മൾ ഓരോന്നോരോന്നും ചോദിക്കുന്നില്ല. കുറേ വണ്ടികളുണ്ട്, അതെല്ലാം കൂടി പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. 3,40,000 അത് കൊണ്ടുപോകാം. 20 വണ്ടി. ഇനി ഇതാണെങ്കിലോ? ഇത് 2018 RXT ഏറ്റവും ടോപ്പ് എൻഡ്. RXT അന്ന് ഇറങ്ങിയതിലെ ടോപ്പ് വണ്ടിയാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 55,000 ജെന്യൂൻ ആയിരിക്കും അല്ലേ? 100%. ഇവിടെയുള്ള എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി കിട്ടൂലേ? ഇല്ലാന്ന് പറയാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ഭാഗത്തുകൾ വൃത്തിയുണ്ട്. അതെ. ബാക്ക് ടയർ ലേശം കുറവാണ്, പക്ഷെ ഫ്രണ്ട് നല്ല പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട് അല്ലേ? റീപ്ലേസ് ഇല്ല, ക്ലീൻ വണ്ടി. എന്തൊക്കെ വില? ഇത് 3,15. 2018 ആണ് കേട്ടോ. അത് പ്രൈസില് അല്ലേ? ചെയ്ത് കൊടുക്കും. നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് സെപ്പറേറ്റ്. അത് ഓരോന്നിലും ഞാൻ എല്ലാം പറയുന്നില്ല കേട്ടോ. 3,15 അത് കൊണ്ടുപോകാം. ഈ പറഞ്ഞ പോലെ 50 രൂപ ഇറക്കിയാൽ മതി. ഇതോ? ഇത് 2012 ഇൻഡിക V2 AC പവർ സ്റ്റെയറിംഗ് മാത്രമുള്ള വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. കറക്റ്റ് സർവീസ്. 12 സിംഗിൾ ഓണർ അല്ലേ? അതെ. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കാണിച്ചു കൊടുത്താ. ഇതിന്റെ ബോണറ്റ് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഉള്ളിൽ വൃത്തി കാണിച്ചു. അടിപൊളി. ഇത് 12 വണ്ടി തന്നെയാണല്ലേ? അതെ 12. അതാണ് പ്രത്യേകിച്ച് പറയാൻ കാരണം. അതിന്റെ വൃത്തിയാണ്. കാരണം കറക്റ്റ് സർവീസ് ആണ്. ഒരു തട്ടും ഒരു ലേക്ക് നിങ്ങൾ കാണിച്ചു തരാം, അങ്ങോട്ട് പൈസ തരാം. ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ? നോക്കാനുള്ള ഓയിൽ ലീക്ക് നിങ്ങൾ എവിടെയെങ്കിലും കാണിച്ചു തരും. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇന്ത്യയിലൊക്കെ ഇത്രയും വൃത്തിയുള്ള വണ്ടികളൊക്കെ വളരെ കിട്ടുള്ളൂ. ഇതെന്തായാലും 12 മോഡൽ സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും?
ഇതൊരു 1.60 ഓടിയുണ്ട്. ആ 1.60 വരെ കറക്റ്റ് സർവീസ് ആണ്. ഇപ്പോഴും അതാണ് സർവീസ് ജെന്യൂൻ ആയി. സർവീസ് ഒക്കെ 3 ചാവി എല്ലാം നമ്മൾ കൊടുക്കും. അടിപൊളി. റീപ്ലേസ് ഇല്ല, നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇത്രയും ലോ ബഡ്ജറ്റിൽ ഈ ക്ലീൻ ഉള്ള വേറൊരു വണ്ടി ഉണ്ടാവില്ല. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? അതുകൂടി കേട്ടെ. നമുക്ക് 80 രൂപ ചോദിച്ചാൽ കൊടുക്കുക. ചെറിയ മാറ്റം ഇൻഷുറൻസ് ഒക്കെ പുതിയ എടുത്താൽ എടുത്തു കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും പുത്തൻ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് വെറും 80,000 രൂപയ്ക്ക് ഈ ക്ലീൻ പീസ് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇത് മിസ് ചെയ്യരുത്. ലോണ് കിട്ടാൻ സാധ്യതയുണ്ടോ? ലോൺ കിട്ടൂല അല്ലേ? ഇനി ഇതാണെങ്കിലോ സെലേറിയോ? ഇത് 2016 VXi. 16 VXi. അതെ, സിംഗിൾ ഓണർ വണ്ടി. 2 എയർ ബാഗ് വരുന്ന വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? എയർ ബാഗ് ഉണ്ടാവില്ല, VXi ഉണ്ടാവില്ലല്ലോ. VXi എയർ ബാഗ് ഒരെണ്ണം എന്തായാലും ഉണ്ടാവും. ഇല്ലേ, അത് സെറ്റ് വരുള്ളൂ. ഓക്കെ. ഇത് ശരിക്കും VXi അല്ലേ പറഞ്ഞത്? VXi ഉണ്ടാവില്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ. 4 ഡോർ വിൻഡോ ഉണ്ടോ? 4 ഡോർ പവർ വിൻഡോ. ശരിയാ. ഇന്റീരിയർ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോശമൊന്നുമില്ല. ബോഡി വൈസ് കുഴപ്പമൊന്നുമില്ല. ഓട്ടോ എത്രയാ? ഇത് 1.10 ഓടിയിട്ടുണ്ട്. 1.10 ഓടി അല്ലേ? അതെ. അതിന്റേതായ പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ല. ക്ലീൻ വണ്ടി. സിംഗിൾ ഓണർ ആണ്, കറക്റ്റ് സർവീസ് ആണ്. സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയാണ്. എല്ലാം കൊടുക്കാം. ടയർ ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മോശമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു K series എഞ്ചിൻ വരുന്ന ഒരു വണ്ടി. എന്താ പ്രൈസ് വരുന്നത്? 3.4 രൂപ. ചെറിയ പൈസ. 3.4 കൊടുക്കാം. 3.4 കൊടുക്കും. 16 വണ്ടി 3.4 കൊടുക്കും. അടിപൊളി. 50 രൂപ ഉണ്ടായാൽ ബാക്കി ലോൺ ചെയ്ത് വീട്ടുകൊണ്ടോ? ഉറപ്പായിട്ട് കൊണ്ടുപോകും. അത്രയും ലോൺ എന്തായാലും കിട്ടും. സെലറി അത്യാവശ്യം ഫണ്ടിങ് ഉള്ള വണ്ടിയാണ്. ഇനി പുതിയ മോഡൽ I20 ആണെങ്കിലോ? 2020 ആണ്. സ്പോർട്സ് ഓപ്ഷൻ 39,000 ഓടി സിംഗിൾ ഓണർ വണ്ടി. ക്ലാസ് നോക്കിയാൽ 24/12/2020. 12ാം മാസമാണ് അല്ലേ? ശരിക്കും 21 വണ്ടി എന്ന് പറയാം. അടിപൊളി. ഇതിന്റെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല ക്ലീൻ ആണ്, ഒരു കുഴപ്പമില്ല. ന്യൂ വണ്ടിയാണ്. കാറും കാര്യം ഒന്നും ആകെ 34,000 ഓടിയിട്ടുള്ളൂ. നമുക്കൊരു 8.80 ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ ചെറിയ മാറ്റം പറ്റി കൊടുക്കും. പെട്രോൾ അല്ലേ ഇത്? ഡീസൽ വണ്ടിയാ. ലാസ്റ്റ് വണ്ടി. അടിപൊളി. അതായത് ഡീസൽ വണ്ടി ആരെങ്കിലും ഡീസലാ. വീണ്ടും പറയുന്നു ഡീസലാണ്. അതെ. ഡീസൽ വണ്ടി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കിട്ടാനില്ല. അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഡീസൽ ആയതുകൊണ്ട് ആ ഒരു വില വലിയ കൂടുതലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 8.80 അല്ലേ? ന്യൂ ഷേപ്പ് വണ്ടി. ന്യൂ ഷേപ്പ് കുറെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. പിന്നെ ഇതിലും ഈ പറഞ്ഞ പോലെ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് 2020 മോഡൽ വണ്ടിയില്ല. എന്തായാലും നല്ല എന്താണെങ്കിൽ 8 രൂപ എന്താ ചെയ്ത് കൊടുക്കാം. പിന്നെ മൈലേജ് നല്ല മൈലേജും കിട്ടുമല്ലോ. പുതിയ വണ്ടിയല്ലേ? കിട്ടുന്നുണ്ട്. വീണ്ടും പറയുന്നു ഡീസലാണ്, അതും 2020 വണ്ടി. ഇനി ഈ നീല വണ്ടിയോ? ഇത് 2019 സ്പോർട്സ് ഓപ്ഷൻ. 19 സ്പോർട്സ് ഓപ്ഷൻ. അത് പുതിയ ഷേപ്പ്, ഇത് പഴയ ഷേപ്പ്. ഇത് 65 കോടി രണ്ടാമത്തെ ഓണർ. ഞാനായതാട്ടോ. കിട്ടാൻ നമ്മളായതാണ്. ശരിക്കും പറഞ്ഞാൽ സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് പറയാം. ഓക്കെ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ സൗണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടേ ദയവായി ക്ഷമിക്കണം. അതുപോലെ തന്നെ 4 പുത്തൻ ടയർ ചെയ്തിട്ടുണ്ട് അല്ലേ? സീറ്റ് കവർ ഉണ്ട്, നല്ല ടച്ച് ആൻഡ്രോയിഡ് സെറ്റ് ഉണ്ട്. പിന്നെ ഒന്നും നോക്കണം, സർവീസ് കറക്റ്റ്. എല്ലാം കൊണ്ട് നല്ലൊരു വണ്ടി. എല്ലാം നല്ല വണ്ടി. 2019 കേട്ടോ. എത്ര ഓട്ടോ? എത്ര ഇത്? 65. ഡീസൽ. അടിപൊളി. എന്താ പ്രൈസ് വരുന്നത്? ഇത് 7.85. 7,85,000. 7 രൂപ ലോൺ ചെയ്ത് കൊടുക്കട്ടോ? ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഒരു കുറച്ചൊക്കെ കുറയും. അതൊക്കെ ചെയ്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലോ ബഡ്ജറ്റിൽ ഇറക്കിക്കൊണ്ട് അതും ഡീസലാണ് കേട്ടോ. ഇനി ഇതാണെങ്കിലോ? ഇത് 2016 I20 ആസ്റ്റ് ഓപ്ഷൻ. പെട്രോൾ ആണ്. 45,000 കിലോമീറ്റർ ഓടി. പെട്രോൾ ആകുമ്പോൾ അത്രേ ഓടുള്ളൂ, കാരണം മൈലേജ് ലേശം കുറവാണ്. കാര്യമൊക്കെ കണ്ടത്, സീറ്റൊക്കെ കണ്ടത്. അതെ. ഉള്ളത് 3 ഓണർ ആയിട്ടുണ്ട്. അത് ലാസ്റ്റ് ഓണർ ഡോക്ടറാണ്. എന്റെ നാട്ടിലെ വണ്ടി തന്നെയാണ്. അതെ അല്ലേ? ഇതിന്റെ ഇന്റീരിയർ ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഡോക്ടർമാർ ഉപയോഗിച്ച ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പൈസ ഇറക്കിക്കോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. സുഖത്തിൽ പോകാനാണ്. അപ്പൊ സീറ്റ് കവറൊക്കെ കണ്ടറിയാട്ടോ. ആസ്റ്റ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരും അല്ലേ? പിന്നെ ബട്ടൺ ഷാട്ട് അടക്കം വരുന്ന വണ്ടിയാണ്. എന്താ പ്രൈസ് വരും നമുക്ക്? 5.50. 5.5. 16 ഏറ്റവും ഫുൾ ഓപ്ഷൻ 47 ഓടി വണ്ടി കേട്ടോ. വളരെ ലോ കിലോമീറ്റർ, 5.5 ലക്ഷം രൂപ. ഒരു ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, എല്ലാ ഓപ്ഷൻസും ഉള്ള ക്ലീൻ വണ്ടി. ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. ഈ പ്രൈസ് കുറയൂലേ? അത് കുറയാനും ഉണ്ട്. അതാണ് ആലോചിക്കേണ്ടത്. ഫുൾ ഓൺ തന്നെ ഏകദേശം കിട്ടേണ്ടതാണ് അല്ലേ? എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. ഒരു കിഡിലൻ ഷോറൂം കണ്ടീഷൻ പോളോ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു വണ്ടി മിസ് ചെയ്യരുതില്ലേക്കാ. അതെ. നമ്മൾ പണ്ട് ഒരു പോളോന്റെ വീഡിയോ ഇട്ടിട്ട് എനിക്കൊന്ന് മില്യൺ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ മില്യനാണ്. അത് കോമഡി. ഈ ചെങ്ങായി അനൂസ് എന്നെ വിളിച്ചിട്ട് എന്നെ പൂരം ചീത്ത, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വിറ്റുപോയ വേണ്ടി പിന്നെ അതിന്റെ പേര് കാണില്ലേ? അത് ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ വ്യൂ കയറിയതാട്ടോ. അതുകൊണ്ടാണ്. ഇനി ആരെങ്കിലും പോളോ നോക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട. ഇത് ഏതാ മോഡൽ? ഏതാ? 2015 ഹൈലൈൻ. 15 ഹൈലൈൻ ഏറ്റവും ടോപ്പ്. 1.10 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ്. ഇപ്പൊ 42,000 സർവീസ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നതാ. അതെ. അതായത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നതാണ് കേട്ടോ. സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ സകലമാന സാധനങ്ങളും. അടിപൊളി സീറ്റ്. അത് ഭയങ്കര രസമാണ്. നമ്മൾ ഇവിടെ ഇതുവരെ കാണാത്ത സീറ്റ്.
പുറത്തുനിന്ന് എവിടുത്തേയും ചെയ്തായിരിക്കും. പിന്നെ ടയർ ആണെങ്കിലും 4 ടയർ ഒരേമാതിരി നിൽക്കുന്നുണ്ട്. അതെ അതെ. ബോഡിയാണ് ഒരു രക്ഷയില്ലാത്ത കേട്ടോ, പോളിഷ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. ഹൈലൈനാണ്. 4th ഓണർ ആണ്. ഇത് നമ്മൾ ചോദിക്കുന്നത് 460 ചോദിക്കുന്നുള്ളൂ. 2015. സാധാരണ ഇവിടെ 5 രൂപ ചോദിക്കുന്ന വണ്ടി ഒരുപാടുണ്ട്. പക്ഷേ ഓണർ ആയതുകൊണ്ട് കറക്റ്റ് സർവീസാണ്. സർവീസ് കറക്റ്റ് ഉണ്ട് അല്ലേ? ഒരു അനക്കാണ്. സ്റ്റാരിംഗ് ബോക്സിന്റെ കംപ്ലൈന്റോ കാര്യം ഒന്നുമില്ല. ഈ ടർബോയും അതൊക്കെ മാറ്റിയതാണ്. 42,000 രൂപ സർവീസ് മാറ്റിയതാണ്. 1.10 വരുന്ന സർവീസ് ഒക്കെ മാറ്റിയതാണ്. ഓക്കെ ഓക്കെ. അതായത് ക്ലീൻ പീസ് വണ്ടി, സംഭവം 4th ഓണർ ആയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി നമ്മൾ കൊടുക്കും കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് പണിയെടുത്തതിന് അതിന് മുന്നത്തെ ഹിസ്റ്ററി നമ്മൾ കയ്യിൽ മൊത്തം കൊടുക്കും. ഓക്കെ. പിന്നെ നിങ്ങൾ വണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. ഈ പോളോ ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് സ്പെഷ്യലി ഒന്നുകൂടി പറയാം അല്ലേ. സാധനം കുറച്ച് പൈസ ഇറങ്ങുന്ന സാധനമാണ്, അതും ഡീസൽ ആയതുകൊണ്ട്. പക്ഷെ പ്രോപ്പർ വണ്ടിയാണെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ. എന്തായാലും 460 അല്ലേ? 460 കുറെ ഉണ്ടാവുമല്ലോ. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ സെയിം സാധനം ഓർമ്മ കിടക്കണ്ടല്ലോ ഇവിടെ. 2014 ട്രെൻഡ് ലൈൻ ആണ്. 14 ട്രെൻഡ്. ട്രെൻഡ് ലൈനിൽ സാധാരണ ഇതിന് മുന്നത്തെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. 2014 തന്നെ ഒരു 2 മാസം 3 മാസം വരുന്ന വണ്ടിക്കൊക്കെ ആണെങ്കിൽ എയർ ബാഗ് ഉണ്ടാവില്ല. പക്ഷേ ഇതിന് എയർ ബാഗ് ABS വരുന്നുണ്ട്. അടിപൊളി. പിന്നെ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം ഇന്റീരിയർ നല്ല വൃത്തിയുള്ള ഇന്റീരിയലാണ്. 2015 ആണ്. ഇത് 1.21 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. 1.21 ഓടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. കറക്റ്റ് സർവീസ്. 1.4 സർവീസ് ഹിസ്റ്ററി ക്യാരി വണ്ടിയാണ്. അന്നെല്ലാം ഒരുവിധ പണിക്ക് എടുത്ത് എടുത്താണ് അല്ലേ? വണ്ടി കാണാൻ തന്നെ നല്ല നീറ്റ് ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് എന്തൊക്കെ പ്രൈസ്? 4 രൂപ. 4 ലക്ഷം രൂപ. കുറെ ഉണ്ടോ? 3 സംതിങ്ങിന് കൊടുക്കാം. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. 3 ചില്ലറയ്ക്ക് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റും. 2014 സിംഗിൾ ഓണർ 1 സംതിങ് ഓടിയ ഡീസൽ വണ്ടിയാണ്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. അപാകതകളൊന്നുമില്ലാത്ത ക്ലീൻ വണ്ടിയാണ് കേട്ടോ. ഇനി ഇതാണെങ്കിലോ? ഇത് 2014 റീറേസ് വണ്ടിയാണ്. 14 റിയാണ്. ഇത് ന്യൂ ടൈപ്പ് ആക്കിയതാണ്. ഇങ്ങനെ പ്ലാറ്റിനം ആക്കിയതാണ്. സീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ആക്കിയത്. അലവിയിലൊക്കെ അതേമാതിരി തന്നെയാണ്. പ്ലാറ്റിനം ടൈപ്പ് തന്നെയാണ്. അതെ അതെ. ഇത് ശരിക്കും ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഇത് 1ന്റെ മേലെ ഓടി ഉണ്ടാവും. ഇതിൽ കാണുന്നത് 87 ആണ്. നമ്മളെ ഗ്യാരണ്ടി കൊടുക്കൂല. നമ്മുടെ വണ്ടി ഗ്യാരണ്ടി കൊടുക്കൂല കിലോമീറ്ററിൽ. ഒന്നുമില്ല. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞത് ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന അലോയ് വീൽസ് അടക്കം വരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് നമുക്ക് ഇപ്പൊ പ്രൈസ് എത്രയ്ക്ക് കൊടുക്കാം? 375. പിന്നെ 2014 ആണ്. 100 ആക്കിയ വണ്ടിക്ക് നമ്മൾ 375 പറയുന്നത്. അതെ 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 അതെ. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ആയതുകൊണ്ട് അതാണ് ഈ വണ്ടി ഒന്നിനും ഗ്യാരണ്ടി പറയാൻ പറ്റൂല. അത് പ്രത്യേകം വീണ്ടും പറയുന്നുണ്ട്. 3,75,000 രൂപയ്ക്ക് 2014 വണ്ടി അല്ലേ? നമുക്ക് 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 3 രൂപ ലോണും ചെയ്യാം. അതെ, അടിപൊളി. ഇനി ഇതാണെങ്കിലോ? ഇത് 2017 VX പെട്രോള്. 17 VX പെട്രോൾ. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അത് അതിന്റെ ഒരു വൃത്തി കാണാനുണ്ട് വണ്ടിക്ക്. അത് 2ാമത്തെ ഓണർ ആയിട്ടുള്ളൂ. 52,000 കിലോമീറ്റർ ഓടി. ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്ത് കൊടുക്കും. ഇന്റീരിയറും ടയറും കാര്യമൊക്കെ നോക്കിക്കളി. അതെ അതെ. ഫുള്ള് കണ്ടീഷൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാണാൻ. അതെ. ക്യാമറ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബോഡി വൈസ് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഒന്നുമില്ല. ഇതൊക്കെ ഒറിജിനൽ പ്ലാറ്റിനം വരുന്ന വണ്ടി തന്നെയാണ്. അതെ അതെ അതെ. എന്താ പ്രൈസ് വരുന്നത്? ഇത് 550. 5.5. പെട്രോൾ വണ്ടിയാണ്. 2017 VX ആണ് കേട്ടോ. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. പിന്നെ അതില് ഡ്യുവൽ ടോൺ ഒന്നും വരാത്ത സാധനമാണ്. പക്ഷെ നല്ല വൃത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ്. 100%. അതെ. 550 അല്ലേ? നെഗോഷ്യബിൾ ആവും റേറ്റ്? മാക്സിമം കുറച്ച് കൊടുത്തൂടെ? ഓക്കെ. അപ്പം എന്തായാലും 5.5 ലക്ഷം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു എറ്റ്യൂസ് നിങ്ങൾക്ക് എടുക്കാം. വൃത്തിയുണ്ട്, അതാണ് മെയിനായിട്ട് പറയേണ്ടത്. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്തോളൂ. ഇനി ഇതാണെങ്കിലോ? ഇത് 2017 WRV VX 1.5 ഓടി ഡീസലാണ്. ഈ 1.2 മേജർ സർവീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ആൾക്ക് ഒരു 10,000 പോവാണെങ്കിൽ ഒരു 6,000 രൂപ കൊടുത്താൽ സർവീസ് ചെയ്ത് ഇറങ്ങി പോരാ അല്ലേ? പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ എല്ലാവിധ ഫീച്ചേഴ്സും ഒരു സൺറൂഫ് എല്ലാം ഉണ്ടാവും. വേറെ മൈലേജ് പറഞ്ഞാൽ 20 മേലൊക്കെ നോക്കിയാൽ മതി. കൺഫേം ആണ്. ഈ ഹോണ്ടന്റെ ഡീസൽ വണ്ടി എന്ന് പറഞ്ഞാൽ മൈലേജ് കുറവില്ല. കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല നോർമലി. പിന്നെ ചെക്ക് ചെയ്തോളൂ. പിന്നെ മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് പേടിക്കാനില്ല. റീപ്ലേസ് ഒന്നുമില്ലല്ലോ. ഓക്കെ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കുക? ഇത് നമുക്കൊരു 7.35 കൊടുക്കാം. 7.35 അല്ലേ? അത് കുറയാണ്ട് റേറ്റ് കുറയാണ്ട്. ആ ടയർ 4 പുത്തൻ ടയറാണ്. അതുപോലെ തന്നെ അലോയിലൊക്കെ ഉണ്ട്. 7,35,000 രൂപയ്ക്ക് 2017 VX അല്ലേ? സൺറൂഫ് ഉള്ള വണ്ടി കേട്ടോ, മിസ് ചെയ്യണ്ട. ഇനി ഇതാണെങ്കിലോ? ഇത് 2018 ആണ്. 18 VX ആണ്. ഡീസലാണ്. 98,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. 2ാമത്തെ ഓണർ. നമ്മൾ ഇവിടെ എപ്പോ വന്നാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ ഡീസൽ വണ്ടി ഉണ്ടാവും അല്ലേ? എവിടെയും കാണാത്ത കുറെ സാധനങ്ങൾ ഇവിടെ അടുത്ത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഇതും ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല അടിപൊളി സീറ്റും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത ക്ലീൻ വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 7.40 ചോദിച്ചിട്ടുള്ളൂ. 7.40. ഒരു സുഖമായിട്ട് 7 ലക്ഷം രൂപ ലോൺ കയറും. പിന്നെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഉള്ള വണ്ടിയാണ്. 18 VX ആണ്. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ. കിലോമീറ്റർ പറഞ്ഞില്ലല്ലോ. 98,000 കിലോമീറ്റർ. 98,000 അല്ലേ? ഒരു വണ്ടി നാളെ വരുന്നുണ്ട്, റെഡ് കേട്ടോ. 2019 വണ്ടി VX തന്നെയാണ്. റെഡ് കളർ. 52,000 വണ്ടി സിംഗിൾ ഓണർ. ഡീസൽ. അടിപൊളി. അത് 8.40 നമ്മൾ ചോദിക്കുന്നുണ്ട്.
അത് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. വണ്ടി വേണമെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. ഇത് നോക്കിക്കോട്ടോ, നല്ല വണ്ടിയാണ്. ഇനി സിറ്റി ആണെങ്കിലൊക്കെ ഇത് 2019 VMT ZX VMT എന്ന് പറയുമ്പോൾ ഈ ഓപ്ഷന് MT മാനുവൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലേ. ഓക്കെ, വി ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലാണ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ സാധനങ്ങളൊക്കെ ഡീസൽ വണ്ടി നമ്മൾ എവിടെയും കാണാൻ കിട്ടാത്ത സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ ആണ്. ഇതിന് 1.34 ഓടിയിട്ടുണ്ട്. ഇതൊരു 80 ഓടി വണ്ടിയാണ്. 12.5 ലക്ഷം റുപ്യാണ്. ഇത് നമ്മൾ ചോദിക്കുന്ന ഈ വണ്ടിക്ക് 9.25 റുപ്യ ഉള്ളൂ. ഈ വണ്ടിക്ക് 9.25 നമ്മൾ ചോദിക്കുന്നുള്ളൂ. 9.25 ഇതിൽ 9.5 ലോൺ വേണം ചെയ്ത് കൊടുക്കാം. 9.5 ലോണും ചെയ്യാം. അടിപൊളി. വളരെ ശരിക്കും ഫുൾ ലോണിൽ അങ്ങനെ പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർക്ക് കിട്ടാത്ത ആൾക്കാരില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതെ, ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഹോണ്ട സിറ്റി ഡീസൽ വണ്ടി, അതും വി ഓപ്ഷൻ 2019 അല്ലേ. 9.5 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാം കേട്ടോ. 1.34 ഓടിയിട്ടുണ്ടെന്നുള്ളൂ. കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും തരും. ഒരു റീപ്ലേസും ഇല്ല. പക്ക വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. അതെ, സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. നല്ല നീറ്റുമാണ്, അത് നോക്കിക്കോ. ഇനി സിയാസ് ഡീസലാണ് 2017 പ്ലസ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് ZDI പ്ലസ് ആണ്. ഓക്കെ, ഇത് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ്. 30 ഓടി രണ്ടാമത്തെ ഓണർ. ഇതിനാകെ വില 6.25 കേട്ടോ. ഈ 6.25 ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ, ₹1 കയ്യിൽ നിന്ന് മുടക്കാണ്ട് ഫുൾ ലോണിൽ 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു സെഡാൻ അല്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അത്രയും കംഫർട്ടാണ് ഈ സാധനമൊക്കെ. കാരണം സെഡാൻ വണ്ടി ആയതുകൊണ്ട് സെഡാൻ വണ്ടി നോർമലി കംഫർട്ട് ഉണ്ടാവും. ഇത് ഹൈബ്രിഡ് ആണ്. ZDI പ്ലസ് ആണ്. സാധാരണ അവർക്ക് ആരും ഇവിടെ കൊടുക്കുന്നില്ല. 6.25 രൂപ ഫുൾ ലോൺ. ഏറെ ചോദിക്കാത്തൊരു വണ്ടി ഇല്ല കേട്ടോ. അതെ, ഈ 6.25 ലോൺ കിട്ടും അല്ലേ. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കുക. അപ്പൊ ചിലർ എന്തെങ്കിലും അവർക്ക് അപ്പൊ എന്തായാലും അങ്ങനെ കൊണ്ടുപോകാം. ഇനി ഇതാണെങ്കിൽ 2017 മോഡൽ എസ്ക്രോസ് സീറ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുള്ളിന് നേരെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ. പിന്നെ അലോയ് വീൽസ് ഉണ്ട്. നല്ല 4 പുത്തൻ ടയർ ഉണ്ട്. അതെ. ഓട്ടം 90 ഓടി സിംഗിൾ ഓണർ. ഈ 90 ജെനുവിൻ ആണോ? 100%. സർവീസ് കഴിഞ്ഞു. അതെ അല്ലേ. പിന്നെ പാട്ട് മാറ്റിയിട്ടുണ്ട്, സർവീസിലുണ്ട്. അത് ഞാൻ കറക്റ്റ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഡീസൽ വണ്ടിയാണ്. നല്ല അടിപൊളി ഇന്റീരിയർ ഉണ്ട്. മാരുതിയുടെ കൂട്ടത്തിലെ വെയിറ്റിലെ വണ്ടി. പിന്നെ പറയാനുണ്ടോ, അത് മാരുതിയുടെ ഒരു പ്രീമിയം വണ്ടി പറയാം. ഇതും സിയാസ് ഒക്കെയാണ് ശരിക്കും മാരുതിന്റെ ഒരു നല്ല വണ്ടികൾ എന്ന് പറയാം. അതന്നെ പറയാം. നല്ലതെന്നല്ല കേട്ടോ, ഒരു പ്രീമിയം സെഗ്മെന്റ് വരുന്നത്. റീപ്ലേസ് ഒന്നുമില്ല. എന്താ പ്രൈസ് വരുന്നത്? ഇതൊരു 6.50 അല്ല 6.25 ലോണും കൊടുക്കാം. 6.80 വരും അല്ലേ. 17 വണ്ടി, അതും വലിയ ലോട്ടം എന്ന് പറയാനില്ല ഡീസലിനെ അപേക്ഷിച്ച്. ഫുൾ 6.5 വരെ ലോണും കിട്ടും കേട്ടോ. എന്തെങ്കിലും കുറച്ച് കൊടുക്കാമല്ലോ അല്ലേ. ഫുൾ ലോൺ ആക്കിയും കൊടുക്കാം. വേണമെങ്കിൽ ചെയ്തു തരും കേട്ടോ. ഇനി ഇതാണെങ്കിലോ, ഇത് 2013 XL CVT പെട്രോൾ ഓട്ടോമാറ്റിക്. CVT പെട്രോൾ അല്ലേ. മൈലേജ് കുറവാണെന്നുള്ള ചോദിച്ചാൽ വണ്ടി കിട്ടില്ല വണ്ടി. ഇത് 13 ഓട്ടോ ഒക്കെ എത്രയാ? ഓട്ടം 1.40 ഓടി. രണ്ടാമത്തെ ഓണർ 1.40 ഓടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണറാ. അതെ. ഓ, എനിക്ക് തോന്നുന്നു ഇത് ബട്ടൺ ഷാട്ട് ഒക്കെ വരും അല്ലേ. ബട്ടൺ ഷാട്ട് ഉണ്ടാവും. ഈ എക്സലിൽ ബട്ടൺ ഷാട്ട് വരുന്നുണ്ട്. അത് ഈ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി വരുന്നത്. അതെ. നല്ല ഇന്റീരിയർ, നല്ല എക്സ്റ്റീരിയർ. ഒരു 12 മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി ഒരു കുഴപ്പമില്ല, കംപ്ലൈന്റും ഉണ്ടാവില്ല. ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതൊരു 3.40. 3.40 കൊടുക്കാം. ഓ, ഇത്രയും വലിയ വണ്ടി ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി 3.40 കൊടുക്കണോ? പാർട്ടി നല്ല പ്രൊഫൈൽ ആണെങ്കിൽ നമുക്ക് 3.40 ലോണും കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. കീലെസ് എൻട്രി, ബട്ടൺ ഷാട്ട് വരുന്ന ഓട്ടോമാറ്റിക് CVT വണ്ടിയാന്ന് കൂടെ ആലോചിക്കണം. 3,40,000 രൂപയ്ക്ക് 13 വണ്ടി കേട്ടോ. ഇനി കുറെ സ്വിഫ്റ്റ് ഉണ്ടല്ലോ. സ്വിഫ്റ്റ് തുടങ്ങാണ്. ഇവിടെ നിന്ന് പറഞ്ഞോളൂ, നമുക്ക് എല്ലാം വരാം അല്ലേ. ഇത് കുറെ എണ്ണം ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വണ്ടിയാണ്. അപ്പൊ എന്നാലും നമുക്ക് നമ്മുടെ മാരുതിയുടെ ഒരു സെഗ്മെന്റ് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ. ഇനി ഇവിടുന്ന് ഒരു 10-12 വണ്ടി ഫുള്ള് മാരുതിയാണ് കാണിക്കുന്നത്. ബലേനോ ഇത് ഏതാ മോഡൽ? 2019 മോഡൽ 20 രജിസ്റ്ററിലെ വണ്ടി. 19 മോഡൽ 20 രജിസ്ട്രേഷൻ അല്ലേ. ഡെൽറ്റ പെട്രോൾ ആണ് കേട്ടോ. പെട്രോൾ ഡെൽറ്റ. ഓ, മിഡിൽ ഓപ്ഷന്റെ തൊട്ട് താഴെ എന്ന് വേണേ പറയാം. പക്ഷെ എന്നാൽ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. ഓട്ടോ എത്ര ഇത്? 40 ഓടിയിട്ടുള്ളൂ. 40 ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം വൃത്തിയുണ്ടല്ലേ വണ്ടി കാണാൻ? 100% വൃത്തിയുണ്ട്. നമ്മളെ ഈ ഇത് അൽഫന്റെ ഹെഡ്ലൈറ്റ് ആണ്. കമ്പനി മാറിയിട്ടുണ്ട് കേട്ടോ. കമ്പനി ഹിസ്റ്ററിയിൽ ഉണ്ട്. അത് കമ്പനിയിൽ നിന്ന് മാറിയതാണ്. അങ്ങനെ ആക്കി വെച്ചതാണ്. തട്ടിയിട്ടൊന്നുമില്ല. ഓക്കെ, ഇത് എന്താ നമുക്ക് വില വരുന്നത്? രണ്ടാമത്തെ ഓണറാണ്. ഇത് 6.50. 6.5 ലക്ഷം രൂപയ്ക്ക് 2019 വണ്ടി കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്. നമുക്ക് മാക്സിമം 6 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഇത് 19 20 രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. 7/1/2020 രജിസ്ട്രേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലേ. 19 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 6.50. ഓക്കെ, ഇനി സെയിം സാധനം ഓർഡർ ഇവിടെ ഉണ്ടല്ലോ. ഇത് 2019 തന്നെയാണ്. ഡെൽറ്റ തന്നെയാണ്. ഡീസലാണ്. ന്യൂ ഷേപ്പ് ആയി വരുന്ന വണ്ടി. ന്യൂ ഷേപ്പ് ആയി വരുന്ന ഇങ്ങനെ വരുന്നുണ്ട്. RS കിറ്റ് വന്ന വണ്ടി. പിന്നെ ഇത് ശരിക്കും വേരിയന്റ് ഏതാ? ഇത് ഡെൽറ്റ തന്നെ. ഓക്കെ, പക്ഷെ ഇതിനകത്ത് സെപ്പറേറ്റ്
ഇത് AC പോർഷൻ വിൻഡോ കാര്യം എയർ ബാഗ് ABS മിറർ ഫോൾഡിംഗ് ഒക്കെ ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ നല്ല ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതെ, പിന്നെ ഒരു കീ ഒക്കെ സെപ്പറേറ്റ് മാറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോൾഡിംഗ് കീ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ. ഡീസൽ എത്ര ഓടിയിട്ടുണ്ട്? ഇത് 110 ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ആണ്. സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അതെ, സിംഗിൾ ഓണർ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു RSന്റെ കിറ്റ് വരുന്ന ടൈപ്പ് വണ്ടിയാണ് കേട്ടോ. കാരണം ഒരു സ്കേർട്ടിങ്ങും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് വരും. അതെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കീ ഒക്കെ സെപ്പറേറ്റ്, ഒരു ഫോൾഡിംഗ് കീ ഒക്കെ സെപ്പറേറ്റ് ചെയ്തതുമാണ് കേട്ടോ. ഇത് നമുക്കിപ്പോ എന്താ റേറ്റ് വരുന്നത്? 6.5. 2019 ഡെൽറ്റ 110 വണ്ടി, കറക്റ്റ് സർവീസ് ഉള്ള ഡീസൽ വണ്ടി, 20 മേലെ കൺഫേം മൈലേജ് ആണ്. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലൊക്കെ ഇത് 2021 42,000 സിംഗിൾ ഓണർ വണ്ടി VXi 21, അതായത് 8/2/2021 ആണ് ഇതിന്റെ എക്സാക്ട് ഡെലിവറി വരുന്നത്. നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. VXi എന്ന് പറയുമ്പോൾ പെട്രോൾ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. 42,000 കറക്റ്റ് ഹിസ്റ്ററി കൊടുക്കാമല്ലോ അല്ലേ? സിംഗിൾ ഓണർ. ഇന്റീരിയറും എക്സ്റ്റീരിയറും മോശമൊന്നുമില്ല, ടയറും മോശമില്ല അല്ലേ? എന്താ പ്രൈസ് വരുന്നത്? 6,65,000 രൂപയ്ക്ക് 21 മോഡലാന്ന് ആലോചിക്കണം. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ആക്കി കൊടുക്കാമല്ലോ അല്ലേ? മാക്സിമം കുറച്ച് തരും കേട്ടോ നിങ്ങൾക്ക്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ, നമ്മുടെ വീഡിയോ കണ്ടു വരികയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് തരും. 6,65,000 രൂപയ്ക്ക് 21 വണ്ടി. ഇനി ഇതാണെങ്കിലോ? ഇത് 2020 വണ്ടി. 20 ആണ്. അതെ, ഇത് VXi തന്നെയാണ്. 90 വണ്ടി, സിംഗിൾ ഓണർ. ഡീസലാ? അല്ല, പെട്രോൾ. കുറച്ച് ഓട്ടം കൂടുതലുണ്ട് അല്ലേ? ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറഞ്ഞാൽ 29/5/2020 ആണ്. 20 90 എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലോണം ഓടിയിട്ടുണ്ട്. അതിന്റെ വിലക്ക് നമുക്ക് കൊടുക്കും ചെയ്യാം. മോഡല് വേറെ അപാകതകളൊന്നും റീപ്ലേസ് കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഓടിയെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മൈലേജ് ഉള്ളതുകൊണ്ട് ഓടൂല്ല എന്തായാലും. 18-20 ആൾക്കാർക്കാണ് സുഖാണിത്. അതെ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് 6.10. അപ്പോൾ ഒരു 5 സംതിങ്ങിനൊക്കെ കൊടുക്കും നിങ്ങള് അല്ലേ? വരിക, വന്ന് വണ്ടി കാണുക, നോക്കുക, സംസാരിക്കുക. ഏത് വണ്ടി ഇവിടെ വരിക, വന്ന് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഡയലോഗ് പറയാം മാക്സിമം. പലരും കമന്റ് ഇടും. അതാണ് കമന്റിൽ നമുക്ക് താല്പര്യമില്ല. അതെ. കമന്റ് എന്തൊക്കെ പറഞ്ഞും കാര്യമില്ല, വേണ്ടവർ വരും, വാങ്ങിക്കും. അതെ. ഇതാണെങ്കിലോ? ഇത് 2019 വണ്ടി, രണ്ടാമത്തെ ഓണർ, 50,000 കിലോമീറ്റർ ഓടിയുണ്ട്. 50,000. അതെ. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 19 ആണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 20, 21, 19 എല്ലാ ടൈപ്പും ഉണ്ട്. ഇത് എത്ര കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇത് 51,000. 51,000. ഓക്കെ, അത് നോർമൽ ഓട്ടം തന്നെയാണ്, വലിയ ഓട്ടം എന്ന് പറയാനില്ല. കേൽപ്പത്തിലാണ് വണ്ടി. നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആണല്ലേ വണ്ടി? വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണറാ? സെക്കൻഡ് ഓണർ. എന്താ റേറ്റ്? സെക്കൻഡ് ഓണർ ഇതേമാതിരി നമ്മളായതാണ്. ഓക്കെ, അത് നോക്കണം കേട്ടോ നിങ്ങൾ. വെറുതെ സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൂപ്പരാണ് സെക്കൻഡ് ഓണർ എങ്കിൽ അത് മാറാണ്ട് കൊടുക്കൂല എന്ന് പറയുന്നവരാണ് അങ്ങനെ എടുക്കല്. നിലവിൽ സിംഗിൾ ഓണറാണ്. അതെ, ഓണർ ബേസിൽ സിംഗിൾ ഓണർ ആണ്. ഇത് എന്താ റേറ്റ് വരുന്നത്? 19. ഇത് 6.25. 6,25,000 രൂപ. റേറ്റ് ഒന്നുകൂടി കുറയാവില്ലല്ലോ? ഓക്കെ, 19 ആണെന്ന് കൂടി ആലോചിച്ചോ. ഒരു ഡീസൽ കാണിച്ചു കൊടുത്താലോ? ഇത് 2018 ഡീസൽ. അതെ. ഓക്കെ, 18, 19, 20, 21, 22 എല്ലാ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഇത് എത്ര ഓട്ടോ എത്രയാ? ഇത് 90 ഓടി, രണ്ടാമത്തെ ഓണർ. ഡീസൽ അല്ലേ? ഡീസലാണ്. ടൈമിഞ്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ 89 ടൈമിഞ്ച് മാറിയിട്ടുണ്ട്. വീഡിയോ ആണോ? വീഡിയോ ആണ്. ഓക്കെ, ബാക്കിൽ ബമ്പറും കാര്യമൊക്കെ സ്പോർട്സ് ടൈപ്പ് ആക്കിയതാണ്. പിന്നെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുണ്ട്. വേറെ അപാകതകളൊന്നും ഓടിച്ചു വണ്ടി ഇഷ്ടപ്പെടാക്കൂല. അതെ. വരിക, വന്നിട്ട് ചെക്ക് ചെയ്യാട്ടോ, എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് എന്നിട്ട് എടുത്താൽ മതി. ഡീസലാണ് കേട്ടോ, 2018 ആണ്. ഇതിന്റെ വില 6.50 ആണ്. നെഗോഷ്യബിൾ ആണ്. ഒരു ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 6,50,000 രൂപ അല്ലേ? 18 വണ്ടിയാണ് കേട്ടോ. ഈ പറഞ്ഞ വണ്ടികളെല്ലാം ഒരു 50,000 രൂപേൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഇറക്കി കൊണ്ടുപോകും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് ഞാൻ കാണിച്ച എല്ലാ വണ്ടികളും ആ ഒരു ബഡ്ജറ്റിൽ ഇറക്കി കൊണ്ടുപോകും. 6,00,000 രൂപയ്ക്ക് 19 വണ്ടി കിട്ടും, അല്ല 18 ഡീസൽ വണ്ടി കിട്ടും. ഇനി പഴയ ഷേപ്പ് സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2016 VXi. 16 VXi. അതെ. വെറും 96,000 ഓടി, രണ്ടാമത്തെ ഓണർ. 16 96 ഓടി അല്ലേ? അതെ. 16 എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിലെ ലാസ്റ്റ് വണ്ടികളിലൊന്നാണ്. അതെ. എന്ത് റേറ്റ് വരും? ഇത് 4.75. 4,75,000 രൂപയ്ക്ക് VXi 16 വണ്ടി കിട്ടും കേട്ടോ. ഇന്റീരിയർ മോശമൊന്നുമില്ല, നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. VXi ആയതുകൊണ്ട് ബേസിക് സാധനങ്ങളൊക്കെ വരും അല്ലേ? എല്ലാം ഉണ്ടോ? വേറെ അപാകതകളൊന്നും ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. രണ്ട് ടയർ മുന്നേ പുതിയതുണ്ട്. സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണർ. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് എണ്ണം സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ഞാൻ കുറച്ച് 2 എണ്ണത്തിന് കൂടി പറഞ്ഞതിൽ പിന്നെ അങ്ങോട്ട് റിച്ച് ആണ്, അതിന്റെ ഡീറ്റെയിൽസ് അങ്ങ് ഓടിച്ചു പറഞ്ഞു അല്ലേ? ഇനി ഇതാണെങ്കിലോ? ഇത് 2015 VDI. 15 VDI ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഇത് കിലോമീറ്റർ നോ ഗ്യാരണ്ടി ഇല്ല. എത്രയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ചിലപ്പോൾ സിംഗിൾ ഓണർ വണ്ടിയാണ്, വേറെ റീപ്ലേസോ കാര്യം ഒന്നുമില്ല. കിലോമീറ്റർ നമ്മൾ ജനുവൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ വില ആകെ 4.25 ഉള്ളൂ. 4.25.
അതായത് 15 ഡീസൽ 15 ഡീസൽ വണ്ടി കേട്ടോ. 4,25,000 രൂപ. കിലോമീറ്റർ എത്ര ഓടി എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. കണ്ടിട്ട് വലിയ ഓട്ടം ഒന്നും ഓടിയതായിട്ട് തോന്നുന്നില്ല. ബോഡി നല്ല വൃത്തിയാണ്. അതെ, മെക്കാനിക്കൽ സൂപ്പറാണ്. 4 ടയർ പുതിയ ഉണ്ട്, നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടിക്കാൻ അറിയുന്നവനൊന്ന് കയറി ഇരുന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്ര ഓടി ഉണ്ടെന്നുള്ളത്. ഏകദേശം ഓടിച്ച അറിഞ്ഞില്ല, അതാ പ്രശ്നം. നിങ്ങൾക്കും പറയാൻ പറ്റുന്നില്ല. ആയിക്കോട്ടെ, കൊണ്ടിടക്കുന്ന ആൾക്കാർ അത്ര ക്വാളിറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. സിംഗിൾ ഓണർ ആണ് അല്ലേ? സിംഗിൾ ഓണർ ആണ്. 11 കേട്ടോ. കോഴിക്കോട് വണ്ടിയാണ്. കോഴിക്കോട് വണ്ടിയാണ്. എത്ര വില പറഞ്ഞേ? 4,400. 4 രൂപ ലോണാണ്. 2015 വണ്ടി കേട്ടോ. 4 രൂപ ലോൺ എന്ന് പറയുമ്പോൾ ഒരു 10-15 രൂപ കൊണ്ടാൽ അത് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും മാക്സിമം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേക്കാ? ഇതാണ് 2013 ZDI. 13 ZDI. 13 ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. അലോയ് വീൽ സെപ്പറേറ്റ് ചെയ്താണ്. നല്ല കിടിലൻ വീലാണ് കേട്ടോ. 4 ടയർ പുതിയത്, നല്ല സീറ്റ് റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീന് എല്ലാം ഉണ്ട്. നോ റീപ്ലേസ് കേട്ടോ. നല്ല സീറ്റ് കവറും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, നല്ല സീറ്റ് കവർ ചെയ്തെന്ന് വെച്ചാൽ നല്ല സീറ്റ്. അത് വേറെ അപാകതകളൊന്നും ഇല്ല. കിലോമീറ്റർ എത്ര? 1.12. 4ാമത്തെ ഓണറായി. 4ാമത്തെ ഓണറായി പോയി അല്ലേ? അതെ, കുറവുണ്ട്. എത്ര? 375 ഉള്ളൂ. 375 2013 വണ്ടി ZDI കേട്ടോ. ZDI. അതെ, എക്സ്ട്രാ വെയിറ്റിംഗ്സിന്റെ പൈസ നമ്മൾ ചോദിക്കുന്നില്ല. എക്സ്ട്രാ വെയിറ്റിംഗ്സിന്റെ പൈസ നമ്മൾ ചോദിക്കുന്നില്ല. അതെ അതെ അതെ. അത് ഇതിൽ ലോൺ കയറും. അപ്പൊ 100%. ഇപ്പൊ 4ാമത്തെ ഓണർക്കൊക്കെ ലോൺ കിട്ടും. 300 രൂപ കിട്ടും. പിന്നെ എന്താ വേണ്ടത്? ബാക്കി എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് കുറച്ചും തരും. അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 4 റിറ്റ്സ് കിടപ്പുണ്ട്. നമുക്ക് വേഗം പറഞ്ഞു, ഇത് ഏതൊക്കെ മോഡൽ? 2014 VDI സിംഗിൾ ഓണർ വണ്ടി. 1.18 ഓടിയത്. 1.18. എന്താ വില? 370. 370. 2014 VDI വെറും 57,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അത് ഞാൻ വിശ്വസിക്കണോ? വിശ്വസിച്ചോളൂ, പ്രശ്നമില്ല. ഹിസ്റ്ററി നോക്കിക്കോട്ടെ. അതെ, ഈ 14 വില ഉണ്ട് കേട്ടോ. 54,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 420 വില ഉണ്ട്. 4 രൂപ വില ഉണ്ട് അല്ലേ? എക്സ്ട്രാ ലെവലിൽ കാര്യം 4 ടയർ പുതിയ സീറ്റ് കാര്യം ഒക്കെ നോക്കിക്കളി. കമ്പനി പോളിഷ് ചെയ്ത വൃത്തിയാണ്. ഇത് വീട്ടിൽ നിന്ന് ഇങ്ങനെ കൂടെ സർവീസ് കയറ്റിയിട്ടുള്ളൂ. അതെ അല്ലേ? ഇത് എടുക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട് വണ്ടി. അതുകൊണ്ടാണ് ആ റേറ്റ് പറയുന്നത്. ഇനി ഇതാണെങ്കിലൊക്കെ ഇത് 2014 തന്നെയാണ്. പെട്രോൾ ആണ്, VXI ആണ്. 1.8 ഓടിയിട്ടുണ്ട്. 340. അതെ, കുറേ ഉണ്ടല്ലോ. ഇതേമാതിരി തന്നെ ഇത് 2014 ആണ്. VXI ആണ്. 31,000 ഓടിയിട്ടാണ് രണ്ടാമത്തെ ഓണറിൽ. 31,000 ഓടിയിട്ടുള്ളൂ കേട്ടോ. 370 അല്ലേ? ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടിന്റെ വൃത്തിയാണ് കേട്ടോ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അത്രയും ക്ലീൻ വണ്ടികളാണ്. അതുകൊണ്ടാണ് റേറ്റിലൊക്കെ ഡിഫറൻസ് വരുന്നത്. നിങ്ങൾ വന്ന് സംസാരിച്ചോട്ടോ, മാക്സിമം കുറച്ച് തരും. ഇതാണെങ്കിൽ 2010 സ്വിഫ്റ്റ് 1.40 ഓടി VDI. 3ാമത്തെ ഓണർ. 2.40 അല്ലേ? 2,40,000 രൂപയ്ക്ക് 10 VDI കിട്ടും. പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. കാര്യമായ വൃത്തിയുണ്ട്. അതെ അതെ. നല്ല സീറ്റും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ, മോഡലിനെ സംബന്ധിച്ച് നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ. എന്തായാലും ധൈര്യമായിട്ട് എടുത്തോളൂ. അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ സുനി ഓപ്പൺ മോട്ടോഴ്സിൽ ഇത്രയും സമയം കാണിച്ച് ഇത്രയും വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? നമ്പർ വീഡിയോന് മേൽഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിന്റെ കാറ്റലോഗും എല്ലാ സാധനവും ഉണ്ട് അല്ലേ? നിങ്ങൾ നോക്കിക്കോളൂ. നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ അവസരം കളയണ്ട, മിസ് ചെയ്യണ്ട, നേരെ വന്നോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡ് വീണ്ടും കാണാം. ഇവിടെ കുറച്ച് ക്രെറ്റകൾ നിർത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഇപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ വരുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. എന്തായാലും കാണാൻ മറക്കണ്ട. അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.